അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. സ്നേഹധന്യരായ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇരുന്ന് ക്ലാസ് എടുക്കാൻ പാടില്ല എന്നാണ്. ക്ലാസ് എടുക്കുമ്പോൾ മനഃശാസ്ത്രം. പിന്നെ ഞാൻ കരുതി തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്ത് വന്നുകൊണ്ട് സ്വീകരിച്ചിങ്ങാണ്ട് ഇരുത്തിയതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്തെങ്ങനെ ചോദിച്ചപ്പോൾ ഇവിടെ എങ്ങനെയാണ് ക്ലാസ് എടുക്കല്. പിന്നെ ചേരനെ തിന്നണ നാട്ടിൽ പോയാലേ ചേരയുടെ നടുക്കഷ്ണം കഴിക്കണം എന്നാണല്ലോ. അപ്പം ഇനിയിപ്പോൾ ഇന്ന് കാസർകോട്ടുകാർ എങ്ങനെയാണോ ക്ലാസ് എടുക്കല് അങ്ങനെ ആട്ടെ എന്നാണ്. എനിക്കിതൊരു ഇടങ്ങാറാട്ടോ ഈ യുദ്ധം. ജുമാ ഖുതുബ മാത്രം നിന്ന് സംസാരിക്കല്, ബാക്കിയൊക്കെ നടന്ന് സംസാരിക്കലാണ്. പുതിയ കാലത്ത് അങ്ങനെയാണെന്നാണ്. പുതിയ വിദ്യാഭ്യാസ മനഃശാസ്ത്രം ആളുകളെ ക്യാച്ച് ചെയ്യണമെങ്കിലെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊക്കെ മൊബൈൽ ഫോണിൽ കുറേ സ്ക്രീനില്ലേ, അങ്ങനെ മാറ്റുന്ന സ്ക്രീനുകളുണ്ടല്ലോ. ഇതേപോലെ തന്നെ അതിങ്ങനെ കുറേ കണ്ടു കഴിയുമ്പോൾ നമ്മളും എന്ത് ചെയ്യും, നമ്മുടെ മനസ്സും അങ്ങനെ ആയിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ. പണ്ടൊരു ദൂരദർശൻ്റെ ചാനലേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ കുറേ ചാനലുകളായല്ലോ അല്ലേ. പിന്നെ ഇപ്പോൾ അതൊക്കെ വിട്ടിപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിൽ സെക്കൻഡുകൾക്കുള്ളിൽ റീലുകൾ മറിച്ചും കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ ഒരു കാര്യത്തെ ഒരേ സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കി അല്ലെങ്കിൽ ഒരേ കാര്യം ശ്രദ്ധിച്ച് അധിക നേരം മനുഷ്യനെന്ത് ചെയ്യാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല എന്നാണ് പുതിയ മനഃശാസ്ത്രമുള്ളത്. ഏതായാലും ബിസ്മില്ലാഹ് ഞാൻ ആരംഭിക്കുകയാണ്. നിങ്ങൾ അവസാനം വരെ ഇരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കണം. ഇരിക്കണമല്ലോ, കുറേ ആൾക്കാർ നിസ്കരിച്ചവരും ഇങ്ങനെ പോയി. ഞാൻ അധികം സംസാരിക്കില്ല, ഒരു അരമണിക്കൂർ 30 മണിക്കൂറിനുള്ളിൽ എല്ലാം അവസാനിപ്പിക്കാം നമുക്ക്. ഞാൻ എത്ര ദൂരത്തുനിന്ന് യാത്ര ചെയ്ത് വന്നല്ലേ, ആ ഒരു സ്നേഹങ്ങൾ എന്നോട് കാണിക്കണം. വിഴിഞ്ഞത്തുനിന്ന് വരുന്നത് അങ്ങേയറ്റത്താണ്, കടലാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയാലും പിന്നെ വേറെ സംസ്ഥാനമാക്കാനാണ് കടലുള്ളൂ. അപ്പോൾ നമ്മളത് അങ്ങനത്തെ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നത് പ്രതീക്ഷിക്കണം. നോമ്പിലാണ്, നോമ്പിൻ്റെ ഏകദേശം പകുതിയായി. ഇന്നിപ്പോൾ റമദാൻ 17. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണെങ്കിൽ ഈ അദ്ദേഹം ഹിജ്റ ചെയ്ത് വന്ന 2ാമത്തെ വർഷത്തിൽ ബദർ നടന്ന ദിവസം അല്ലേ ആണ്. ബദർ നടന്ന ദിവസമാണെന്ന്. ബദറിൽ നബിയും സഹാബത്തും ശത്രുക്കളുമായി പോരടിച്ച ദിവസമാണെന്ന്. ബദർ മാത്രമല്ല റമദാനിൻ്റെ ചരിത്രം, ബദർ മാത്രമല്ല. ഇന്നിപ്പോൾ നമ്മൾ മുസ്ലിം ഉമ്മത്ത് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടും കൊണ്ടിരിക്കുന്നുണ്ട്. ലോകാടിസ്ഥാനത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, ഉണ്ടല്ലോ. അതൊന്നും പ്രത്യേകം പറയണേ, നമ്മൾ കേട്ട് മടുത്തേന്. SIR രൂപത്തിലുണ്ട്. ഇപ്പം എന്തായാലും ഇന്നലെ മിഞ്ഞാന്നേറ്റെ പിന്നെ മഹാരാഷ്ട്രയിലോ മധ്യപ്രദേശിലുള്ള ഒരു മന്ത്രി, അവിടുത്തെ ഭരണകൂടത്തിൻ്റെ പ്രതിനിധി പ്രസംഗിച്ചിരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് ഇവിടെ നിസ്കരിക്കാൻ പറ്റില്ല, ഇത് രാഷ്ട്രം പറയണം, വേണമെങ്കിൽ പോയിക്കോളി. നമുക്കിത് ആരെങ്കിലും പൊട്ടന്മാർ പറയണതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഉത്തരവാദിത്തപ്പെട്ടവരത് കേട്ടിട്ടൊന്നും മിണ്ടണില്ല എന്നുള്ളതിലാണ് വിഷമം. ഭ്രാന്തന്മാരെന്തെങ്കിലുമൊക്കെ വിളിച്ചറിഞ്ഞോട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല. പക്ഷേ ഈ ഭ്രാന്ത് വിളിച്ചു പറയുന്നത് കേട്ടുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ഇരിക്കുന്നുണ്ടല്ലോ, അവരൊന്നും പറയണില്ല എന്നുള്ളതിനെ നമുക്ക് വിഷമമുള്ളൂ. അതിലത്രയേ ഉള്ളൂ. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ വരും, പക്ഷെ മുസ്ലിം ഉമ്മത്തിൻ്റെ ടേണിംഗ് പോയിന്റുകളൊക്കെ നടന്നിട്ടുള്ളത് റമദാൻ മാസത്തിലാണ്. നിങ്ങൾ ചരിത്രം പഠിച്ചാൽ മതി. ഞാൻ ആ ചരിത്രം ഇങ്ങനെ സൂചിപ്പിച്ച് തരാൻ വേണ്ടി മാത്രം ഉദ്ദേശിക്കണം. ലോക ചരിത്രത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഇറങ്ങിയത് റമദാൻ മാസത്തിലാണ് ആണല്ലോ. അതൊരു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിദായത്തിൻ്റെ വിശദീകരണം, സന്മാർഗ ദർശനത്തിൻ്റെ വഴിയും മാർഗവും വിശദമാക്കി വന്ന ആ ഗ്രന്ഥം ഒരത്ഭുതമാണ്. പിന്നെ ഒരത്ഭുതം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇസ്ലാമിക ആദർശം എന്ന് പറഞ്ഞത് പാങ്കുവിളിയിലുണ്ട് അല്ലേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് വലിയവൻ. ഇത് നമുക്ക് ഉറക്കെ പറയാനുള്ളതാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതെ ആരാധനക്കറിയില്ല, ഉറക്കെ പറയാനുള്ളതാണ്. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബിയാണ്
പ്രവാചകൻ റസൂലാണ് എന്നുള്ള സാക്ഷ്യം വഹിക്കലും. ഹയ്യാൽ അസ്സല നിസ്കാരത്തേക്ക് വന്നോളി, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഹയ്യാൽ ഫല പരലോകത്തേക്കുള്ള വിജയത്തിലേക്കുള്ള മാർഗം. ഇത് പരസ്യമായി പ്രഖ്യാപിക്കാൻ തുടങ്ങിയിട്ട് റമദാൻ മാസത്തിലാണ് അത് തുടങ്ങുന്നത്. ലക്ഷക്കണക്കിന് മിനാരങ്ങളിൽ നിന്ന് 1445 കൊല്ലം കഴിഞ്ഞിട്ട് 46 കൊല്ലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു അത്ഭുതം തന്നെയാണ്. പിന്നുള്ളൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ബദറാണ്. ബദറിൽ എന്താ ഉള്ളത് നമുക്ക് കേട്ടാണല്ലോ. ശത്രുപക്ഷം എല്ലാവിധ സർവ്വവിധ സന്നാഹങ്ങളുമായിട്ടാണ് വരുന്നത്. ആയുധമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാവരുടെ അടുത്തുണ്ട്. ഇപ്പുറത്തോ ഒട്ടിയ വയറുണ്ട്, കയ്യിൽ ചില ആൾക്കാരുടെ അടുത്ത് വാളുണ്ട്, ഒരു 3-4 കുതിര ഉണ്ട്, 10-70 ഒട്ടൊക്കെ ഉണ്ട്. ബാക്കിയൊക്കെ നടന്നു പോവുക സാധുക്കൾ അല്ലേ. എങ്ങനെ ഭൗതികമായ സന്നാഹം നോക്കിയാലും ആരെ ജയിക്കുള്ളൂ? ശത്രുക്കളെ ജയിക്കുള്ളൂ. പക്ഷെ ജയിച്ചതാരാ? ഇപ്പുറത്തുള്ളവരാണ്. അവിടെ ഖുർആൻ പ്രയോഗിച്ചൊരു പ്രയോഗമുണ്ട്, വലഖദ് നസ്സറക്കുമുല്ലാഹു ബി ബദർ. ബദറിൽ വെച്ച് അള്ളാഹ് നിങ്ങളെ സഹായിച്ചു. അന്തും അതില്ല, നിങ്ങൾ ന്യൂനപക്ഷമല്ല, നിങ്ങൾ ന്യൂനപക്ഷമാകുമ്പോൾ അള്ളാഹ് എന്ത് ചെയ്തു? നിങ്ങളെ സഹായിച്ചു. എങ്ങനെ സഹായിച്ചു? അതാണ് ചോദ്യം. നിങ്ങളൊക്കെ ബദറിൻ്റെ കഥ അറിയാനൊന്നും ഞാൻ ഉദ്ദേശിക്കണില്ല. ബദറിൽ ഷഹീദായ ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ട്. ഉംറക്കും ഹജ്ജിനൊക്കെ പോയ ആൾക്കാർക്ക് കാണാം, അവിടെ എഴുതി വെച്ച് 14 ആൾക്കാർ അല്ലേ. അതിൽ ഒന്നാമത്തെ പേര് ഏതാണെന്നറിയോ? എഴുതി വെച്ച് പോയിക്കോളി. ഒന്നാമത്തെ പേര് ഉമൈർ ബിൻ അബി വക്കാസാണ്. ഉമൈർ ബിൻ അബി വക്കാസ് ഒന്നാമത്തെ പേര് റളിയല്ലാഹു അൻഹു. ആരാ ഉമൈർ ബിൻ അബി വക്കാസ്? 16 വയസ്സുള്ളൂ, വെറും 16 വയസ്സ്. എങ്ങനെ ഉമൈർ ബിൻ അബി വക്കാസ് ഷഹീദായത്? നമ്മളെ 16-കാരൻ +1 10ാം ക്ലാസ്സിലും പഠിക്കണമെന്നേ ഈ പറയണത്. ലഹരിക്ക് അടിമപ്പെട്ടോ അല്ലെങ്കിൽ മൊബൈലിൽ തോണ്ടിയും കണ്ടു ഇരിക്കുന്നുണ്ടാവും എവിടെയെങ്കിലും അല്ലേ. അങ്ങനല്ലേ നമ്മളെ തലമുറയുള്ളത്? നമ്മളെ വീട്ടിൽ ഞാനും നിങ്ങളും ചിലവ് നോക്കണ മക്കളും പേരമക്കളും നമ്മളെ ചിലവിന് വളരുന്ന വസ്ത്രം ധരിച്ച് ഭക്ഷണം കൊടുത്ത് നമ്മളുണ്ടാക്കി കൊടുത്ത റൂമിൽ കിടന്നുറങ്ങണ മക്കള് മൊബൈൽ തോണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിലോ ലഹരിക്കടിമപ്പെട്ടുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണിനോട് ഏതോ ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയയിലും പരിചയപ്പെടുന്ന പെണ്ണിനോട് ചാറ്റിങ്ങിലുള്ളത്, അല്ലെങ്കിലോ ദീനുമായി ബന്ധപ്പെട്ട സംഗതിയിൽ അവനെ കാണാനില്ല. തറാവിസ്കരിക്കാൻ എത്ര കുട്ടികളുണ്ട് നിങ്ങൾ പറയും? ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഓരോ റക്കത്തിൽ നമ്മൾ ഓനെങ്ങനെ നോക്കണം, ഓൻ അവിടെ ഉണ്ടോ അല്ലേ? എതിടല്ലേ നമ്മളെ +1 +2 അല്ലെ ഹൈസ്കൂളും പഠിക്കണ മക്കള് അല്ലേ? ഓരോ റക്കത്തിൽ നമ്മൾ സലാം വിട്ടിട്ട് ഓൻ അവിടെ തന്നെ ഉണ്ടോ തിരിഞ്ഞു നോക്കേണ്ട ഗതികളല്ലേ അല്ലേ? എങ്ങനെ എത്തി, എങ്ങനെ മാറ്റം? അവിടെയാണ് ഉമൈർ ബിൻ അബി വക്കാസ് എന്ന് പറയുന്ന 16 വയസ്സുകാരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിനെയും സംരക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ട് അദ്ദേഹം ഷഹീദായത് ബദർ നൽകിയ ഒരു പാടാണ്, ചരിത്രത്തിലൊരു അത്ഭുതമാണ്. അവർക്കുണ്ടായ ഈമാനിൻ്റെ ഒരു ബലം ഉണ്ടായിരുന്നു. നോക്കി നിങ്ങൾ അവിടെ കൊണ്ട് തീർന്നിട്ടില്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ബദറിൽ ഇങ്ങനെ നിൽക്കിയെന്ന് പണിയിൽ, അതിൻ്റെ അപ്പുറം 2 ആൾക്കാർ വന്നു, എൻ്റെ അപ്പുറം വന്നു, എന്നിട്ട് എന്നെ ഇങ്ങനെ തോണ്ടി, മാമ വിളിച്ചോ പോലെ ഏകാക യാം നിങ്ങൾക്ക് ഈ അബൂജഹലിനെ അറിയോ? നിങ്ങൾക്ക് അബൂജഹലിനെ അറിയോ ചോദിച്ചു. ഈ കുട്ടികൾ 2 കുട്ടികളാണ്. അറിയാം എന്ത് ചോദിച്ചു, ഒന്ന് കാണിച്ചു തരുന്നതാണ്. അങ്ങനെ അബൂജഹലിനെ എങ്ങനെ എന്തിനങ്ങൾ അബൂജഹലിനെ ചോദിക്കണേ ചോദിച്ചാൽ, അല്ല അവനെ അള്ളാൻ്റെ റസൂലിനെ ചീത്ത വിളിച്ച് നമുക്കാണ്, ഓനെന്ത് ചെയ്യൂല, ഞങ്ങൾക്കൊന്ന് കാണണം. ബദറിൻ്റെ ചരിത്രത്തിൽ അബൂജഹൽ വീണിക്കണല്ലോ. അബൂജഹൽ വീണത് ഈ 2 കുട്ടികളെ വെട്ടുകൊണ്ടാണ്. മുആദ് ബിൻ അംർ ബിൻ ജമുഹും മിഅ്വദ് ബിൻ അംർ ബിൻ അംർ, അങ്ങനെ ആ 2 കുട്ടികളെ 2 ചെറുപ്പം +2കാർ ആണ്. നമ്മളെ +2കാരെവിടെ? അവർ മുഹമ്മദ് നബിയെ ഓരോ വെട്ടാൻ കുത്താനും പോകണമെന്നല്ല. വെട്ടലും കുത്തലും മുസ്ലിം ഉമ്മത്തിന് ഇല്ല. മുസ്ലിം ഉമ്മത്തിന് വെട്ടും കുത്തും ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിലുള്ള ജിഹാദ് എന്ന് പറഞ്ഞത് ഇനി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഇമാം മഹദിയുടെ നേതൃത്വത്തിൽ ദജ്ജാലിനെ നേരിടാൻ പോകുമല്ലോ. അന്ന് യഹൂദികൾ, അന്ന് നമുക്ക് ഒരുമിച്ചും കണ്ട് ആയുധെടുത്തും കണ്ട് തീരുമാനിച്ച് അന്ന് ആ സൈന്യത്തിൻ്റെ ഒപ്പം പോകണവർക്ക് പോകാം. അതല്ലാതെ നിങ്ങളെ വീട്ടിലോ കുടുംബത്തിലോ കച്ചവട സ്ഥലത്തൊക്കെ ആരെങ്കിലും ആക്രമിക്കാൻ വന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രതിരോധിക്കുക. അതിനപ്പുറം ഈ ആയുധെടുത്തും കണ്ട് പോകണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പറയാനുമില്ല, ഇസ്ലാം പ്രമാണത്തിനോട് ഇല്ലേ. പക്ഷേ നമ്മുടെ ചെറുപ്പം എവിടെ എന്നതാണ് ചോദ്യം. ആ ചെറുപ്പം മുഹമ്മദ് നബിയെ സംരക്ഷിക്കണം, ഇസ്ലാമിനെ സംരക്ഷിക്കണം, ഇസ്ലാമിക സംസ്കാരം ഞങ്ങളിൽ ഉണ്ടാകണമെന്ന് തീരുമാനിച്ചോലേന്നു. നമ്മളെ യൂത്ത് അവിടെ ഇല്ല. ഇനി അടുത്തൊരു കഥ കൂടി കാണാം. ബദർ കഴിഞ്ഞിട്ട് പിന്നെ മുസ്ലിമീങ്ങൾക്ക്
അത്ഭുതകരമായ സംഭവം എന്ന് പറയുന്നത് ഖന്തക്കാണ്. ഖന്തക്ക് യുദ്ധം. ഖന്തക്ക് യുദ്ധത്തിൻ്റെ നടപടി നടക്കണം. ഖന്തക്ക് പറഞ്ഞാൽ കിടങ്ങ് കുഴിച്ച യുദ്ധം ഉണ്ടല്ലോ, ഹിജ്റ 5 നടക്കുന്നത്. ഈ കിടങ്ങ് കുഴിച്ച യുദ്ധത്തിൽ സംഭവിക്കണം എന്താ വെച്ചാൽ അഹ്സാബ് യുദ്ധം എന്നും കൂടി ആ യുദ്ധത്തിന് പേരുണ്ട്. അഹ്സാബ് എന്ന് പറഞ്ഞാൽ ഗോത്രങ്ങൾ വർഗങ്ങൾ ഒക്കെ പാടെ ചേർന്ന യുദ്ധം എന്നുള്ളത്. അതിന് കാരണം എന്താ അറിയോ? മദീനയിലുള്ള മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി അറബിയിലുള്ള എല്ലാ ഗോത്രങ്ങളും അറേബ്യൻ ഗോത്രങ്ങളും മുഴുവനും ഒരുമിച്ച് ചേർന്ന് വന്ന യുദ്ധമാണിത്. അഹ്സാബ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം അങ്ങനെ തന്നെയല്ലേ എല്ലാ ഞാഞ്ഞൂലുകളും ബാലും ഒക്കെ സമയമാണ് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ, അല്ലേ? രാഷ്ട്രീയ ലക്ഷ്യത്തിനും വോട്ട് ലക്ഷ്യത്തിനും അല്ലാത്ത ലക്ഷ്യത്തിനും ഒക്കെ ഈ കിട്ടിയവർക്കൊക്കെ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെ അതിക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എല്ലാ അഹ്സാബുകളും യോജിച്ചിട്ടുള്ളത്. അന്ന് അഹ്സാബ് യുദ്ധത്തിന്റെ ചരിത്രത്തിൽ ഒരു മഹാ അത്ഭുതമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സഹാബത്തിനെ വിളിച്ചു കൂട്ടി ചോദിച്ചു, എന്താ ചെയ്യുക? ഓരോരുത്തർ വയറ്റത്ത് കൈ വെക്കുക. കാരണം എന്താ അറിയോ? വിശപ്പുകൊണ്ട് കല്ല് കെട്ടി വെച്ചിരിക്കുകയാണ്. വേറെ ചില ആൾക്കാർ എന്ത് ചെയ്യും? ആയുധം ഉണ്ടാവില്ല. അതോടൊപ്പം മദീനയിലുള്ള യഹൂദികളും ഒപ്പം കൂടി കൊടുത്ത് ഇസ്ലാമിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി. ആ യുദ്ധമാണ് അഹ്സാബ് യുദ്ധം. അവസാനം സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു എണീറ്റ് പറഞ്ഞു, നബിയെ നമുക്കേ ഒറ്റ രക്ഷയുള്ളൂ, ശത്രു മദീനയിലേക്ക് വരാൻ പാടില്ല, എന്നാൽ നമുക്ക് രക്ഷപ്പെടാം. ശത്രു ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അതെങ്ങനെയാ സൽമാനെ എന്ന് ചോദിച്ചു. ഞങ്ങൾ അവിടെ റോമയിലൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ നാടിന് ചുറ്റും എന്ത് ചെയ്യണം? കിടങ്ങ് കുഴിക്കണം. വിശന്ന് വലഞ്ഞ വയറുമായിട്ട് നോമ്പ് ഒറ്റിങ്ങാണ്ട് കിടങ്ങ് കുഴിക്കണം എന്നായി പറയുന്നത്. കിടങ്ങ് കുഴിക്കാൻ തീരുമാനിച്ച് കിടങ്ങ് കുഴിക്കുകയാണ്. 3 ഭാഗം മലയുണ്ട്. ഒരു ഭാഗം 5.5 മീറ്റർ. ഇതിപ്പോൾ എത്ര? 1 മീറ്റർ അല്ലേ? നോക്കി. ഇപ്പം 1, 2, 3, 4, 5, 6 ഇത്ര മീറ്റർ വീതിയിൽ 8 മീറ്റർ ആഴത്തിലാണ് എന്ത് ചെയ്യണത്? മരുഭൂമിയിൽ കിടങ്ങ് കുഴിക്കണം നോമ്പ് പോയിട്ട്. അറിയാമെങ്കിൽ എന്നിട്ട് കിടങ്ങ് കുഴിക്കണമെന്ന് മാത്രമല്ല, വിശപ്പ് വലഞ്ഞിട്ട് വയറ്റത്ത് കല്ല് കെട്ടിച്ചിട്ടാണ് പോലെ കുഴിക്കണത്. അങ്ങനെ കുഴിച്ചങ്ങനെ പോണീൻ്റെ ഇടക്ക് ഒരാൾ ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു ഓടി വന്ന് പറഞ്ഞു, നബിയേ ഒരു പ്രശ്നമുണ്ട് പറഞ്ഞു. എന്ത്? സംഗതി കിടങ്ങൊക്കെ ഞങ്ങൾ കുഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഒരു കല്ല് പ്രശ്നമാണ്. ഒരു കല്ല് മണൽ മാറ്റിയപ്പോൾ ഒരു കല്ല് പ്രത്യക്ഷപ്പെട്ട് വേണം. ആ കല്ല് മാറ്റിയിട്ടില്ല, ഈ കല്ലിലൂടെ ശത്രു എന്ത് ചെയ്യും? ഉള്ളിലേക്ക് പ്രവേശിക്കും. എന്ത് ചെയ്യുന്നു ചോദിച്ചു. കുതിരക്ക് ചാടി വരാൻ 5.5 മീറ്ററിൻ്റെ അപ്പുറത്ത് കുതിര ചാടില്ല. അതുകൊണ്ടാണ് 5.5 മീറ്റർ വീതിയിൽ വെച്ച്. അപ്പോൾ ഈ കല്ല് മാറ്റാൻ പരിശ്രമിച്ചിട്ട് നടക്കായിട്ട് നബിയോട് ഒന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ ചെന്ന് എന്നിട്ട് അദ്ദേഹം, അതാണ് ചരിത്രപരമായ അത്ഭുതം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഹാത്തി മിഅ്വൽ എന്നാണ്. മിഅ്വൽ പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന അവരുടെ കയ്യിലുള്ള കോടാലിന്നോ എന്തും പറയാം നമുക്ക്. അത് വാങ്ങി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബിസ്മില്ലാ അല്ലാഹു അക്ബർ, ബിസ്മില്ലാ അല്ലാഹു അക്ബർ. 1ാമത്തെ വെട്ട് റസൂലുള്ള പാറക്ക് വെട്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം. പാറ പൗതി പൊട്ടി. അടുത്തത് ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന അടുത്തത്. അങ്ങനെ 3ാമത്തെ തവണയായപ്പോഴത്തേന് പാറ പൊട്ടിച്ചിതറിയുന്നതാണ്. സഹാബത്ത് അത്ഭുതത്തോട് ചോദിച്ചു, ഞങ്ങൾ എല്ലാവരും പാടെ കൂടി നടത്തിയിട്ടും പൊട്ടാത്തത് എങ്ങനെ നബിയെ പൊട്ടിയത്? അപ്പോൾ ഇപ്പം അടുത്തിരിക്കുന്ന ഒരു സഹാബി നബിയെ യാ റസൂലല്ലാഹ്, താങ്കൾ ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ വെട്ടുമ്പോൾ ഒരു സ്പാർക്ക്, ഒരു മിന്നൽ ഞാൻ കണ്ടു, അതെന്തേന്നു? അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാണ്, ഞാൻ ബിസ്മില്ല പറഞ്ഞ് മിഅ്വൽ ഉയർത്തുമ്പോൾ എൻ്റെ മുമ്പിൽ ജിബ്രീൽ വന്നു അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ മുമ്പിൽ ഒരു ചിത്രം കാണിച്ചെന്ന്. ആ ചിത്രം റോമിലെ ഷാമിലെ ചുവന്ന കൊട്ടാരങ്ങളായിരുന്നു. ചുവന്ന കൊട്ടാരങ്ങൾ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതാ ഇവിടെ ഇസ്ലാമത്തും. അതൊരു പ്രതീക്ഷയാണ്. ഞാൻ ആ പ്രതീക്ഷയോടുകൂടി പൊട്ടി. 1ാമത്തെ വെട്ട് പ്രതീക്ഷയോടുകൂടി പൊട്ടി, പാറ പൊട്ടി. 2ാമതായി എൻ്റെ മുമ്പിൽ കൈസർ ചക്രവർത്തിയുടെ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഫാരിസിലെ കരിങ്കൽ കോട്ടകൾ കാണിച്ചു തന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇവിടെയും ഇസ്ലാമത്തും. ആ പ്രതീക്ഷയോടുകൂടി 2ാമത്തെ വെട്ട് അവിടെ ആ പാറ പൊട്ടുകയാണ്. 3ാമതായി പേർഷ്യയും റോമൻ സാമ്രാജ്യം കഴിഞ്ഞാൽ, കിസ്ര കൈസർ ചക്രവർത്തിമാർ കഴിഞ്ഞാൽ അന്ന് ലോകം ഭരിച്ചിരുന്നത് സൻആയിലെ വെള്ളക്കൊട്ടാരങ്ങളുടെ ഉടമ യമനിലെ ഭരണാധികാരികളായിരുന്നു. 3ാമത്തെ വെട്ടിനായി ബിസ്മില്ലാഹ് പറഞ്ഞ് ഞാൻ എൻ്റെ
കയ്യിലുള്ള മീറുവൽ ഉയർത്തും എന്റെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സഅയിലെ വെള്ള കൊട്ടാരങ്ങൾ കാണിച്ചു തന്നിട്ട് പറഞ്ഞതാ ഇവിടെയും ഇസ്ലാമത്വം. ആ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ വെട്ടിയത്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് പറയും, നബി ഞങ്ങളൊന്നും വേഗം പ്രാർത്ഥിക്കും. സഹാബത്ത് പറഞ്ഞത് പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാ പ്രതീക്ഷ. ഏത് പ്രതീക്ഷ? നിങ്ങൾ നോക്കി, വിശന്ന് വലഞ്ഞ് വയറ്റത്ത് കല്ല് നമ്മളാരെങ്കിലും കെട്ടിക്കണം? നമ്മളാരെങ്കിലും ഇന്നേ വരെ വിശപ്പുകൊണ്ട് വയറ്റത്ത് എന്തെങ്കിലും കലം കെട്ടി വെച്ചിക്കണം? ഇല്ലല്ലോ. 2 കല്ലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിവെച്ചത്. അഹ്സാബുകൾ മുഴുവൻ എതിരാണ്. ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ആളുകൾ മുഴുവൻ നിങ്ങൾക്കെതിരാണ്. ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ആളുകൾ മുഴുവൻ നിങ്ങൾക്കെതിരാണ്. ഫഖ്ശൗഹും, നിങ്ങൾ അവരെ ഭയപ്പെടണം എന്ന ആൾക്കാർ മുനാഫിക്കുകൾ ഇങ്ങനെ പറഞ്ഞെടുക്കുമ്പോൾ, സമുദായമേ, മുസ്ലിങ്ങളെ, എല്ലാവരും നിങ്ങൾക്കെതിരാട്ടോ, എല്ലാവരും നിങ്ങൾക്കെതിരാട്ടോ, നോക്കിക്കോട്ടോ, അധികാരവർഗങ്ങൾക്കെതിരാണ്, അതല്ലാത്തവർ നിങ്ങൾക്കെതിരാണ്, എല്ലാവരും എതിരാണ്, നിങ്ങളെ നശിപ്പിക്കാൻ എല്ലാവരും ഒരുമിച്ച് ചേർന്നു എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുമ്പോ ഞങ്ങൾക്ക് അങ്ങനെ പേടില്ല, ഞങ്ങൾ ഹസ്ബി അല്ലാഹ്, ഞങ്ങൾക്കല്ല മതി. അവർക്ക് ഈമാൻ വർദ്ധിച്ചു. ആ ഈമാൻ വർദ്ധിച്ച ടീമാണ് അഹ്സാബ് യുദ്ധത്തില് വിശുദ്ധ ഖുർആൻ അവരെ പറ്റി പരാമർശിച്ചതാണ്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത പ്രതീക്ഷയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വാക്ക് പറയുന്നത് കേട്ടപ്പോൾ നിങ്ങൾ പോയി പഠിക്കണം. സഹൽ ബിൻ സഅദ് എന്ന് പറഞ്ഞൊരു സ്വഹാബിയുണ്ട് റളിയല്ലാഹു അൻഹു. അന്നത്തെ വയസ്സ് എത്ര അറിയോ? 12. അവൻ്റെ വയസ്സ് എത്ര അറിയോ? 12. സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ 10 വയസ്സ്. ഹിജ്റക്ക് 8 വർഷം മുമ്പാണ് അദ്ദേഹം ജനിച്ചത് എന്നാണ് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ 10 വർഷം മുമ്പ്. എന്തായാലും 10 12 വയസ്സ്. നമ്മൾ 5ാം ക്ലാസ്സിലും നമ്മൾ 6ാം ക്ലാസ്സിലും പഠിക്കണ കുട്ടി, നമ്മുടെ വീടുകളിൽ 5ലും 6ലും പഠിക്കണ കുട്ടി, ആ കുട്ടി പ്രവാചകന്റെ പ്രവചനം കേൾക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം ഒരു വടിയെടുത്തു പോയി ഇതാണ് പൊട്ടിച്ചെറിയ പാറകഷ്ണങ്ങളെ മാറ്റുന്നതിൽ, മണ്ണ് മാറ്റുന്നതിൽ കൂടെ നിൽക്കാൻ. എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞു പറഞ്ഞു അത്രേ, ഇസ്ലാമും മുസ്ലിമീങ്ങളും നിലനിൽക്കണല്ലോ. കിസ്രയിലും പേർഷ്യയിലും അങ്ങ് യമാമയിലും കൊട്ടാരങ്ങളിലും ഇസ്ലാമിക സന്ദേശം എത്തണമെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യാണ്. നമ്മളെ കുട്ടികളോ കൊറിയൻ വെബ് സീരീസുകളുടെ അടിമകളായി എന്തെങ്കിലും ബാപ്പ ഇമ്മയും പറഞ്ഞതിന്റെ പേരിൽ ജീവിതം പോയി അവസാനിപ്പിക്കണത് അല്ലേ? നിസാര കേസിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യണത്, നിസാര കാര്യത്തിന് ഒരു കാരണം ഉണ്ടാവില്ല, വെറുതെ പോയി ആത്മഹത്യ ചെയ്യുക. പരീക്ഷയ്ക്ക് മാർക്ക് കുറയും, തീരുമാനമായി അല്ലെങ്കിൽ ബ്രേക്കപ്പ് സംഭവിക്കും അത്ര, അതിന്റെ പേരിൽ തീരുമാനമാകുക. മനസ്സ് മരവിച്ച് ജീവിതത്തോട് മടുപ്പുള്ള, അല്ലെങ്കിൽ എന്തിനാണ് ജീവിതം എന്നറിയാത്ത, ലക്ഷ്യബോധമില്ലാത്ത ഒരു തലമുറയായിട്ട് നമ്മൾ വരുന്നത്. പക്ഷെ അന്നത്തെ തലമുറ പ്രതീക്ഷകളാണ് അവർ നയിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഖൂമു സാ, ഖിയാമത്ത് സംഭവിക്കുകയില്ല, ഖിയാമത്ത് സംഭവിക്കൂല. ഏതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഹത്താ യുദ്ഖിലഹുല്ലാഹു ഹാദദ്ദീൻ, ഈ ദീനിനെ അല്ലാഹു പ്രവേശിപ്പിക്കും. എവിടേക്കാ പ്രവേശിപ്പിക്കുക? വബറു ഖബർ, എവിടൊക്കെ ചെറിയ വീടുണ്ടോ, ചെറ്റക്കുടിലുണ്ടോ, കരിങ്കൽ കൊട്ടാരുണ്ടോ, താഴ്വരകളുണ്ടോ, മലമ്പ്രദേശങ്ങളുണ്ടോ, അവിടെയൊക്കെ ദീനത്തും ഇസ്ലാമത്തും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഖിയാമത്ത് അതുവരെ സംഭവിക്കൂല. പിന്നെ നമ്മളെന്തിനു പേടിക്കണം? ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആരെങ്കിലും SIR വെട്ടി നിങ്ങളെ വോട്ടെടുത്ത്, അല്ലെങ്കിൽ നിങ്ങളെ റേഷൻ കാർഡ് വെട്ടി, അല്ലെങ്കിൽ നിങ്ങളെ സർക്കാർ ജോലിക്കെതിരെ പറഞ്ഞ് നമ്മളെന്തിനു ഭയപ്പെടണം? മുസ്ലിമീങ്ങൾ എന്തിനു ഭയപ്പെടണം? ഈ ദീനിനെ അല്ലാഹ് എത്തിക്കും. ആരൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്താലും ഈ ദീനിന്റെ വർത്തമാനം കേൾക്കാതെ ലോകം ഖിയാമത്ത് സംഭവിക്കില്ല എന്ന പ്രവാചക പ്രഖ്യാപനം നമ്മളോട് മുസ്ലിമായിട്ട് നിങ്ങൾ ജീവിച്ചു വെച്ചാൽ മതി നേർന്ന്. മുസ്ലിമായിട്ട് നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾ മുസ്ലിമാന്ന് ഉറപ്പിച്ചാൽ മതി. അത് നമ്മളോട് ആവശ്യപ്പെട്ടത്. അത് ഇന്ത്യ രാജ്യത്താണെങ്കിലും, അറബ് രാഷ്ട്രത്തിലാണെങ്കിലും, ഇസ്ലാമിക രാഷ്ട്രത്തിലാണെങ്കിലും, ഇറാനിലായാലും, ഇറാഖിലായാലും, അമേരിക്കയിലും, നിങ്ങൾ മരിക്കുമ്പോൾ ലോകത്തേത് കോണിലാണെങ്കിലും മരിക്കുമ്പോൾ ആരാകണം? നിങ്ങൾ മുസ്ലിമാണ്. അതിന് വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ നമ്മളത് ശരിയാണോ എന്നാണ് പരിശോധിക്കേണ്ടത്. അതല്ലാതെ ഇങ്ങനെ പേരുകൊണ്ട് കുറേ മുസ്ലിമീങ്ങൾ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അള്ളാഹിൻ്റെ സഹായം കിട്ടുന്ന ന്യൂനപക്ഷങ്ങൾ അങ്ങനെയാണ്. ഇനി ഇസ്ലാമിക ചരിത്രത്തിലെ അടുത്ത അത്ഭുതം എന്താ? ഫത്ഹു മക്ക വിജയം നടന്നതേതാ? ചൊവ്വാല് പൂർത്തിയായാലും നടത്തം മുഴുവൻ നടക്കുന്നത് റമദാൻ മാസമായി. അഹ്സാബ് യുദ്ധം പോലെ തന്നെ പിന്നെ റമദാൻ മാസത്തിലാണ് അതും നടക്കുന്നത്. അതല്ലേ ടേണിംഗ് പോയിന്റ്? ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ടേണിംഗ് പോയിന്റ് അതല്ലേ അല്ലേ? ആ ഫത്ഹ് മക്ക നടക്കുന്നതോ ചരിത്രം ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ
അറബികളെ വിട്ട് പിന്നെ നബിയും സഹാബത്തും പുറത്തേക്ക് പോയ തബൂക്ക് യുദ്ധം നടപടികൾ മുഴുവനും നടക്കുന്നത് റമദാൻ മാസത്തിൽ. 450 കിലോമീറ്റർ 10-16 ദിവസം കൊണ്ട് നടന്നു പോയത് റമദാൻ മാസത്തിൽ. അതാണ് പുറത്തേക്ക് ഇസ്ലാം ആദ്യത്തിന്. ഇനി അവിടുന്ന് ഇസ്ലാം എത്തി ഇസ്ലാമിന്റെ ദിഗ്വിജയങ്ങൾ പിന്നെ നേടുന്നത് ഖാദിസിയയുടെ രണാങ്കണമാണ്. 3 ലക്ഷം വരുന്ന ശത്രു സൈന്യത്തിനെതിരെ വെറും 20,000 വരുന്ന ജീവിതത്തിൽ അറബികൾ അവർ സഹാബത്ത് കണ്ടിട്ടില്ലാത്ത ആനപ്പടയെ മുന്നിൽ നിർത്തിയിട്ട് ചെയ്ത യുദ്ധം. റോമക്കാരേറ്റെടുത്ത് പോരാട്ടത്തിന്റെ വിജയം. വിശുദ്ധ റമദാൻ മാസത്തിലാ ജെറൂസലേം പലസ്തീൻ ആദ്യമായി മോചിപ്പിക്കുന്നത്. അതും ചരിത്രത്തിൽ അത്ഭുതമാണ്. അവിടെ കൊണ്ട് തീർന്നിട്ടില്ല. പിന്നെ ആഫ്രിക്കയിലേക്ക് ഇസ്ലാം എത്തുന്നത് മിസ്ർ ജയിച്ചടക്കുന്നതിലൂടെയാണ്. മിസ്ർ, ഈജിപ്ത്, അലക്സാണ്ട്രിയ പട്ടണം മുസ്ലിമീങ്ങൾ കീഴ്പ്പെടുത്തുന്നത്. അതിൻ്റെ എല്ലാ സംഗതികളും പൂർത്തിയാക്കുന്നത് റമദാൻ മാസത്തിലാണ്. അവിടുന്ന് ആഫ്രിക്കയിൽ ഇസ്ലാം വ്യാപിച്ച് മൊറോക്കോ എത്തി. മൊറോക്കയിൽ നിന്ന് പിന്നീട് യൂറോപ്പിലേക്ക് പ്രവേശിക്കണം. മൊറോക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് പ്രവേശിക്കാൻ ജിബ്രാൾട്ടർ കടലിടുക്ക് താണ്ടി കിടക്കണം. അത് മഹാനായ ത്വാരിഖ് ഇബ്നു സിയാദ് റഹ്മത്തുള്ളാഹിയുടെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ ജിബ്രാൾട്ടർ കടലിടുക്ക് താണ്ടി കടന്നതോ വിശുദ്ധ റമദാൻ മാസത്തിലാണ്. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പൽ നശിപ്പിച്ച് വേണമെങ്കിൽ കടൽ നീന്തി കടന്ന് ശത്രുവിനെ പരാജയപ്പെടുത്തി വിജയിച്ചോ എന്ന് കൂടെയുള്ള സൈന്യത്തിന് അദ്ദേഹം അവരോട് നടത്തിയ വിശ്വപ്രസിദ്ധമായ പ്രസംഗമുണ്ട്. ത്വാരിഖ് ഇബ്നു സിയാദ് റഹ്മത്തുള്ളാഹിയുടെ റമദാൻ മാസം. പിന്നെ യൂറോപ്പിന്റെ വികസനത്തിന് കാരണമായി പറയാറുള്ള സ്പെയിനിൽ മുസ്ലിമീങ്ങൾ ഭരണം നടത്തിയ 8 നൂറ്റാണ്ടാണ് അല്ലേ? 8 നൂറ്റാണ്ട്. അതിൻ്റെ സ്പെയിനിൽ ഇസ്ലാമിക ഭരണം വരുന്നത് അബ്ദുറഹ്മാൻ അദ്ദാഖിൽ എന്ന് പറഞ്ഞ പിന്നെ അമവിയ രാജകുമാരൻ അവിടെ പോയി ചെല്ലുന്നതോടുകൂടിയാണ്. അതേത് മാസമാണ്? റമദാൻ മാസം. അത് റമദാൻ മാസം. പിന്നെ ലോക ചരിത്രത്തിൽ മുസ്ലിമീങ്ങൾക്കെതിരെയാണ് ശത്രുക്കൾ. കുരിശ് യുദ്ധത്തിന്റെ കാലയളവുണ്ട്. കുറച്ചു കാലം കുരിശ് പടയാളികൾ ലക്ഷക്കണക്കിന് വന്ന് ജെറൂസലം തിരിച്ചു പിടിക്കണം. അന്താക്കിയ പട്ടണത്തിലെ 70,000 മുസ്ലിമീങ്ങളെ കൊന്ന് അവരുടെ ശരീരം കൊണ്ടുപോയി കിടങ്ങ് തൂർത്ത കടങ്ങിലൂടെ സഞ്ചരിച്ച് പള്ളിയിലഭയം നേടിയ ആ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നരിഞ്ഞ ഒരു കഥ പറയാനുണ്ട് ലോക ചരിത്രത്തിൽ. അതിനെതിരെ മുസ്ലിമീങ്ങൾ വിജയം നേടുന്ന സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിന്റെ നേതൃത്വത്തിലാണ്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ വിജയം വരിക്കുന്നത് ഹിത്തീനിലെ വിജയമാണ്. ആ വിജയം നേടുന്നത് വിശുദ്ധ റമദാൻ മാസത്തിലാണ്. പരിശുദ്ധ റമദാൻ മാസത്തിലാണ്. തീർന്നിട്ടില്ല. പിന്നീട് മുസ്ലിമീങ്ങൾക്കെതിരെ ബുഖാറയും സമർക്കന്തും അടങ്ങുന്ന പ്രസിദ്ധമായ മുസ്ലിം നഗരങ്ങൾ കത്തിച്ചാമ്പലായി. ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങളുടെ ഗ്രന്ഥങ്ങൾ ചാമ്പലാക്കിയ ചെങ്കിസ് ഖാൻ എന്ന് പറയുന്ന മംഗോളിയരുടെ താർത്താരിയൻ വംശജന്റെ ക്രൂരമായ വിനോദമുണ്ട്. അതിൽ നിന്നും മുസ്ലിമീങ്ങൾ രക്ഷപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പേരക്കുട്ടി സ്വീകരിക്കുന്നതാണ്. അതും റമദാൻ മാസത്തിലാണ്. ഇങ്ങനെ ചരിത്രങ്ങൾ നോക്കുക. 1974 ഇസ്രായേലിനെതിരെ അറബ് സമൂഹം നേടിയ വിജയം ഉണ്ടല്ലോ 73-74, അത് നടക്കുന്നത് എപ്പോഴാണ്? റമദാൻ മാസത്തിലാണ്. എന്തേപ്പം ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് തോന്നി? ഞങ്ങനെ വേഗം പറഞ്ഞത് അത് ഓരോന്നോരോന്നും വിശദമായി വിശദീകരിക്കേണ്ടതാണ്. നിങ്ങളെ കച്ചവടക്കാരാണ് മിക്കവാറും. നിങ്ങൾ അധികം ആൾക്കാർ അധികം നേരം ഇരിക്കൂല എന്നോട് അധികം പറഞ്ഞത്. എന്തുകൊണ്ട്? എന്തത് നമുക്കുള്ള പാഠം? അതിന് മുസ്ലിം ഉമ്മത്തിന്റെ ടേണിംഗ് പോയിന്റുകൾ മുഴുവൻ നടന്നത് വിശുദ്ധ റമദാൻ മാസത്തിലാണ്. അപ്പൊ റമദാൻ മാസത്തിൽ ചിലതൊക്കെ നടക്കും. ഒന്ന്. രണ്ടാമത്തത് നോമ്പ്. രാവിലെ അത്താഴം കഴിക്കുക, വൈകുന്നേരം വരെ പട്ടിണി കിടക്കുക, വൈകുന്നേരം നോമ്പ് കുറിച്ചുക, തറാവിക്കരിച്ചാൽ പള്ളിയിൽ വരിക, ആരേനും വല്ല പിരിവിന് ചോദിച്ചാൽ കൊടുക്കുക, ബാക്കി സമയം കടന്നുറങ്ങുക. അതല്ല റമദാൻ. അതിൻ്റെ കൂടെ ജദ്ദിന്റെയും ജുഹദിന്റെയും കാലഘട്ടമാണ് റമദാൻ. പരിശ്രമങ്ങളുടെയും അധ്വാനങ്ങളുടെയും കാലഘട്ടമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി അടക്കലും അത്താഴം കഴിക്കലും നോമ്പ് കുറിച്ചലും തറാവിസ്കാരം പങ്കെടുക്കലും അതൊക്കെ മഹാഭൂരിപക്ഷം ആൾക്കാർ ചെയ്യുന്നതാ. പക്ഷേ യഥാർത്ഥ മുത്തഖികൾ, തഖ്വയുള്ളവർ, വിശ്വാസി സമൂഹം, ഈമാനിന്റെ കരുത്തുള്ളവർ, അതിൻ്റെ ഒപ്പം വേറെ കുറെ ജദ്ദു ജിഹാദ്, ദീനിന്റെ മാർഗത്തിൽ ഇസ്ലാമിക സംരക്ഷണത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന ദഅവത്ത് റമദാൻ മാസത്തിൽ ചെയ്യാണ്ട്, ജീവിതം കൊണ്ട് ചെയ്യാണ്ട്, കർമ്മം കൊണ്ട് ചെയ്യാണ്ട്, പ്രവർത്തനങ്ങളിൽ ഉണ്ടാവണം. അതും കൂടി ഉണ്ട്. 17 നോമ്പ് ഇന്നത്തോടുകൂടി കഴിഞ്ഞല്ലോ. ഒന്ന് ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കി നമ്മളെന്താ ചെയ്ത്?
17 നോമ്പ് ഇന്നത്തോടുകൂടി കഴിഞ്ഞല്ലോ. ആ 17 നോമ്പ് കഴിയുമ്പോൾ നമ്മൾ ചെയ്തത് എന്താണെന്നൊന്ന് ആത്മാർത്ഥമായി പരിശോധിക്കുകയും അന്തകൂന നഫ്സുൻ യാ ഹസ്രതാ അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ് വഇൻ കുന്തു ലമിനസ് സാഖിരീൻ. വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമറിൽ 56-ാമത്തെ വാചകത്തിലാണ് അന്തകൂന നഫ്സുൻ, ഓരോ ആത്മാവും പറയുന്നത് യാ ഹസ്രതാ, എന്റെ നഷ്ടമേ, അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഞാൻ എത്ര സമയം കിട്ടിയിട്ട് അതൊക്കെ നഷ്ടപ്പെടുത്തിയില്ലേ എന്ന് സ്വയം ചിന്തിച്ച് കരയുന്ന ഒരു സമയം ഉണ്ടാവും. കാസർഗോഡ് പള്ളിയിൽ ഇരുന്നിട്ട് സൽഫി മസ്ജിദിലിട്ടിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ പഠിച്ചോനെ എത്തുമ്പോൾ പഠിച്ചോനെ എത്ര അവസരങ്ങളാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത്, എത്ര റമദാനാ കിട്ടിയത്, എത്ര നോമ്പാ കിട്ടിയത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവസരം കിട്ടിയിട്ട് ഞാനങ്ങനെ മൊബൈൽ നോക്കിയ സമയമാണോ ഖുർആൻ ഓതിയ സമയമാണോ കൂടുതലുള്ളത്? ഖുർആൻ ഓതിയ സമയമാണോ, നിസ്കരിച്ചതാണോ, ദിക്റുകളും ദുആകളും ചൊല്ലിയ സമയമാണോ, വാട്സപ്പിൽ നോക്കിയതും വീഡിയോ കണ്ടതും റീല് കണ്ട സമയമാണോ കൂടുതലുള്ളത്? അവിടെയാണ് ചോദ്യം. ലോക ചരിത്രത്തിലെ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ടേണിംഗ് പോയിന്റ് രേഖപ്പെടുത്തപ്പെട്ട ഒരു റമദാൻ കിട്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യണേ എന്നുള്ളതാണ് ചോദ്യം. അതിന് നമ്മൾ മാറിനോടൊപ്പം നമ്മളെ കുടുംബത്തെയും നാട്ടുകാരെയും വീട്ടുകാരെയും സുഹൃത്തുക്കളെയും ഒക്കെ ശ്രദ്ധിക്കണം. അത് നമ്മളെ ബാധ്യത. പരീക്ഷയുള്ള കുട്ടികളെങ്ങനെ അതിൻ്റെ കുട്ടികൾ, പരീക്ഷ അല്ലാത്ത കുട്ടികളില്ലേ, പരീക്ഷൻ്റെ തലേന്ന് നിങ്ങൾ പറഞ്ഞ കുട്ടി തറാവീന് വരണമെന്നൊന്നുമില്ല. പക്ഷെ ബാക്കിയുള്ള കുട്ടികളില്ലേ, മോനെങ്ങനെ പെരയിലിട്ടുകൊണ്ട് നിങ്ങൾ പോരുക, തറാവിസ്കരിക്കാൻ പോലും ഉണ്ടാകണ്ടേ. തുർക്കിയിലെ പ്രസിദ്ധമായ ഒരു പള്ളിയിൽ എഴുതി വെക്കപ്പെട്ട ഒരു വാചകം ഒരു സഹോദരൻ ഷെയർ ചെയ്തത് ഒരു അറേബ്യൻ ചാനലിൽ, അതായത് ഒരു അറേബ്യൻ സോഷ്യൽ മീഡിയയിലെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് കേട്ടത് ഓർമ്മയുണ്ട്. എന്താ അറിയോ, നിങ്ങളുടെ പള്ളികളിൽ കുട്ടികളുടെ കരച്ചിലും സ്ത്രീകളുടെ ശബ്ദവും, സ്ത്രീകൾ എന്തായാലും ഒന്നും രണ്ടും പറയും, നമ്മളെ പോലെയല്ല, പെണ്ണുങ്ങൾ എന്തായാലും പള്ളി കയറിയാൽ ആടി അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. അവരങ്ങനെ ആ വർത്തമാനവും കുട്ടികളുടെ ശബ്ദവും കേൾക്കണില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളി, നിങ്ങളെ നാട് നശിച്ചു തുടങ്ങിയ. നമ്മളെ വരീത കുട്ടികൾ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ, നമ്മളെ വീടുകളിലെ സ്ത്രീകളൊക്കെ പള്ളികളുമായി ബന്ധപ്പെട്ട ആരാധനകളുമായിട്ട് ബന്ധമില്ലെങ്കിൽ തീരുമാനമാക്കിക്കോളി, നാട് നശിച്ചു തുടങ്ങിയിരിക്കുന്നത്. അതിനെല്ലാം ബാധിച്ച് നിങ്ങളൊക്കെ നിങ്ങളെ ചെറുപ്പത്തിൽ എന്തായാലും റമദാന് പാപ്പാൻ്റെ കൈ കുടിച്ച് കയറായി കരച്ച ഒടിക്കലൊക്കെ പോയില്ലേ അല്ലേ? അല്ലെങ്കിൽ ഒരു നോമ്പർ ഉണ്ടായിരുന്നു പാപ്പാൻ്റെ ഒപ്പം കൈ കുടിച്ച് പോയില്ലേ? വയലുണ്ട് അറിയുമ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പം എനിക്കറിയാം, പാതിരാ വയലാണ് അന്ന് നടക്കുക. ഉമ്മയും പാപ്പയൊക്കെ പെരയിൽ പോകുമ്പോൾ പായ എടുത്തിട്ടാണ് പോവുക. എന്തിനാണ് ഈ കുട്ടികളെ വയൽ കേൾക്കുമ്പോൾ ഓരോ പായൽ കറക്കി വെക്കും, ഓൽക്ക് ഇരിക്കുകയും ചെയ്യാം. കുട്ടികളെ ഉറങ്ങി വയൽ കേട്ടിട്ട് രാത്രി 11-12 തിരിച്ചു വരിക. അങ്ങനത്തെ ഒരു കാലം എനിക്കൊണ്ടൊരു 40 വയസ്സ് വരെയുള്ളവരൊക്കെ ചെറുപ്പത്തിലല്ല, 35 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ അനുഭവങ്ങളുണ്ടാവും. അതിന് താഴെയുള്ളത് അറിയില്ല അല്ലേ? ഇപ്പോഴോ വയൽ വേണ്ടോ, പള്ളിക്കൊന്ന് പോന്നിട്ടേക്ക് ഇല്ലല്ലോ. അതുകൊണ്ടേ ഈ റമദാൻ ചില ചോദ്യം, ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കപ്പെടുന്ന മിഡിൽ ഈസ്റ്റിലെ അറേബ്യൻ രാഷ്ട്രമാണ് അല്ലേ, ഗൾഫ്. നമ്മളുടെ പ്രവാസി കേരളത്തിൽ നിന്ന് എന്ത് പ്രശ്നങ്ങൾക്കും, ഒരു പള്ളി ഉണ്ടാക്കുകയാണെങ്കിലും മദ്രസ ഉണ്ടാക്കുകയാണെങ്കിലും ഇനി വെള്ളപ്പൊക്കം ഉണ്ടായാലും വേറെന്തേലും ഉണ്ടായാലും ഒരുത്തൻ്റെ കുട്ടിനെ കെട്ടിച്ചാണെങ്കിലും ഒരു വൃക്ക മാറ്റിയൊക്കെ എന്ത് പിരിവെടുത്താലും അതിൻ്റെ 80% ഈ പ്രവാസികളാക്കാൻ അല്ലേ, ആ കുടുംബങ്ങൾ എന്നുള്ളത് അസാധുക്കളാണ് കുടുംബങ്ങൾ. എങ്ങനെ നമ്മളെ ബാധിക്കാമെന്നൊക്കെ നമുക്ക് ശരിക്കറിയാം. ഞാൻ ആ യുദ്ധം തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം ശനിയാഴ്ച ഒരു സുഹൃത്ത് ഒരു രാത്രി 11:15 ആകുമ്പോൾ ദുബായിലുള്ള സുഹൃത്ത് വീഡിയോ കോളിൽ വന്നു വാട്സപ്പിൽ. എന്നിട്ട് അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓനെ ആശ്വസിപ്പിച്ചു കൊടുക്കണം, ഓനൊരു സമാധാനത്തിന് വിളിച്ചാണ് നമ്മളെന്നറിയാം. ആശ്വസിച്ച് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അതൊക്കെ ശരിയാവും, എന്തെങ്കിലുമൊക്കെ ഒരു ഹൈറുണ്ടാവും. അപ്പോൾ പിന്നെ എന്ത് ചെയ്തറിയോ, ഈ വീഡിയോ അവൻ്റെ മുഖം കാണിക്കുന്നതിന് പകരം ബാക്ക് ക്യാമറ ഓണാക്കിയിട്ട് അങ്ങോട്ടാക്കി ഏട് ആകാശത്ത് കാണിച്ചത്. അപ്പോൾ ഈ മുസഫ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അമേരിക്കൻ സൈനിക കേന്ദ്രമുള്ളത് ദുബായിലെ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് അപ്പം താമസിക്കണം. അപ്പം മുകളിൽ കൂടി മറ്റേ സാധനം പോണേ മിസൈലായിരിക്കാം അല്ലെങ്കിൽ ഇതുണ്ടല്ലോ അത് പോണത് എങ്ങനെ സമാധാനിക്കാണ്? ഈ അമ്നി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി മക്കൾക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ച് പഠിച്ചോനെ ഈ നാട് നീ അമ്നുള്ളതാക്കണേ. നിർഭയത്വം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എല്ലാ കാര്യവും സ്വീപ്പാക്കാരം, കുടുംബവും കൂടും അല്ലെങ്കിൽ ആരാധനയൊക്കെ പ്രശ്നക്കാരം. അങ്ങനത്തെ ഒരു പരീക്ഷണത്തേക്ക് നമ്മൾ എത്തിക്കല്ലേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് നമ്മളെ ഈമാന് തജ്ദീദ് ചെയ്യാനാണ് റമദാൻ കിട്ടിയത്.
അവിടെ നിസ്കാരം, നോമ്പും, ദാനധർമ്മങ്ങളൊക്കെ കൂടെ നമ്മൾ വിശ്വാസപരമായി ഞാനിപ്പോൾ ന്യൂനപക്ഷത്തെ സഹായിക്കുന്ന നൽകിയ വാഗ്ദാനമാണ്. ഒരു ഡൗട്ടും ഇതിലില്ല. അള്ളാൻ്റെ സഹായം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ എവിടെയോ നമ്മളെത്തുന്നുണ്ട് ഒരു വീഴ്ച. പറഞ്ഞ ശരത്തിലുള്ള മുസ്ലിങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, മാറിയിട്ടില്ല. അത് മാറ്റാൻ എൻ്റെ കുടുംബത്തിൽ ഇസ്ലാമിക വിരുദ്ധമായി കിട്ടല്ലാത്തൊന്നും നടക്കണില്ല. എൻ്റെ പരിചയങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ അത്തരം കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കണില്ല എന്നെന്ത് ചെയ്യണം? നമുക്ക് നമ്മളാര് നിങ്ങൾ ഈ 10-50 ആൾക്കാർ നിങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ നിങ്ങളെ വീട്ടിലത്തെ കാര്യം ആവലോ. നിങ്ങളാരും തീരുമാനിക്കാമല്ലോ. ഇസ്ലാമിക വിരുദ്ധമായി നടക്കൂല, എൻ്റെ വീട്ടിലില്ല. അങ്ങനെ എല്ലാവരും പാടെ ആകുമ്പോൾ നടക്കും. അങ്ങനെ ആകുമ്പോൾ തന്നെയാണ് എല്ലാവരും പാടെ ആകുമ്പോൾ നടക്കും. അങ്ങനെയുള്ളൊരു കൂട്ടായ പരിശ്രമങ്ങളിലേക്ക് ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തി നിങ്ങൾ മുന്നോട്ട് പോകണം എന്നതാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു ഉപദേശം അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ, ഒരു ഓർമ്മപ്പെടുത്തലുകൾ എന്ന നിലക്ക് നൽകാനുള്ളത്. പ്രതീക്ഷയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. പ്രതീക്ഷ നശിച്ചിട്ടല്ല, ഒക്കെ തീർന്ന് ഒക്കെ കഴിഞ്ഞ് തരാം. ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു. എൻ്റെ റിസൾട്ട് വന്നിട്ട് എൻ്റെ നാട്ടിൽ പാലക്കാട് വന്നു. അപ്പോൾ ഞാൻ നാട്ടിലെത്തിയപ്പോൾ ഞാൻ പള്ളിക്കത്തു. അപ്പോൾ ഇങ്ങനെ സുബഹിസ്കരിച്ചിട്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രായമുള്ളൊരു കാരണവർ, നിങ്ങൾ കാരണവർ അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പം മിക്കവാറും 35 വയസ്സായതുകൊണ്ട് ഈ മുടി എന്ത് ചെയ്തിട്ടുണ്ട്, നരച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെന്തിനും എന്നെ പ്രായമുള്ള ആളെന്ന് പറഞ്ഞു ചോരോടത്ത് കോഴിക്കോട് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഇരിക്കണ കാരണവരെ പോലെ. ഓനാകെ 10-16 വയസ്സുള്ളതിന് ഓൻ്റെ മുടിയൊക്കെ ഇരിക്കണം. ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലായുണ്ടല്ലോ നരച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാരണവൻ എന്നോട് പറയണേ ഒക്കെ പോയില്ലേ, സലാം വിട്ടി അസ്തഗ്ഫിറുല്ലാഹ് പറയേണ്ട മൂപ്പര് എന്നെ കണ്ട് സന്തോഷമുണ്ട് ദുഃഖമുണ്ട് മൂപ്പർക്ക്, ഒക്കെ പോയില്ലേ. അപ്പം എന്താ വെച്ചാൽ തിരുവനന്തപുരത്തെ പിന്നെ കോർപ്പറേഷൻ ഭരണ എന്ത് ചെയ്തിരിക്കണ BJP പിടിച്ചിരുന്നല്ല. അപ്പം അതുകൊണ്ട് മൂപ്പര് ഇങ്ങനെ ഇത് സാധാരണക്കാരനാണ് അയാൾ. 1-ാം ക്ലാസ്സോ 2-ാം ക്ലാസ്സോ സ്കൂൾ വിദ്യാഭ്യാസമുള്ളൂ. ഒരു സാധാരണക്കാരനായ ഒരു കൂലിപ്പണിക്കാരൻ അല്ലെങ്കിൽ അതും ഇതൊക്കെ ചെയ്തും കണ്ട് ജീവിക്കണ ഒരു മനുഷ്യൻ, അയാളുടെ മനസ്സിൽ വരെ എന്തുണ്ട്, എന്തോ ഒരാശങ്ക വന്ന് അതിലാരൊക്കെയോ വിജയിക്കുകയും ചെയ്തിരിക്കണം. ആശങ്കപ്പെട്ടാൽ കഴിഞ്ഞിട്ടോ, ഭയപ്പാട് വന്നാൽ പിന്നെ കഴിഞ്ഞ്. ഭയമില്ലാതിരിക്കുന്നവനാ ഭയപ്പെടേണ്ടത് ആരെ മാത്രം? അള്ളാനെ മാത്രം. ഭയപ്പെടേണ്ട അള്ളാനെ മാത്രം. നമ്മളോട് ഇന്നതുപോലെ എന്നല്ല, നിങ്ങൾ ജീവിക്കുമ്പോൾ മുസ്ലിമായി ജീവിക്കുക, മരിക്കുമ്പോൾ മുസ്ലിമായി മരിക്കാതെ നമ്മളോട് ഓർഡറുള്ളേ. അതങ്ങനെയാണെന്ന് ഉറപ്പിച്ചാൽ മതി. ആരെ ഭയപ്പെടാനാ, ആരെന്ത് ചെയ്യാനാ? നിർഭയത്വം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമ്മളെ സംരക്ഷിച്ച ഒരാൾ ഏൽക്കും വേണ്ട. അത് പഠിച്ചോനെ സംരക്ഷിക്കാം വിചാരിച്ചിക്കണമെങ്കിൽ പഠിച്ചോനെ സംരക്ഷിക്കും. അല്ല തളർത്താൻ കണ്ടിരിക്കണമെങ്കിൽ അല്ല തളർത്തും. ആ ചിന്ത നമ്മുടെ മക്കൾ, കാരണം മക്കൾ വളരണ ക്യാമ്പസ് ഒരു പ്രശ്നമാണ്. ഒന്ന് ലിബറലിസം, സ്വതന്ത്ര ചിന്തകളിലേക്ക്. മറ്റൊന്ന് ഇസ്ലാമിക വിരുദ്ധമായ ഇസ്ലാം പ്രശ്നമാണ്, മുസ്ലിങ്ങൾ പ്രശ്നമാണ് എന്നുള്ള സന്ദേശം. ഇതിൻ്റെ രണ്ടിൻ്റെ അടിയിൽ ഇങ്ങനെ ഓല് വേണോ എന്തെങ്കിലുമൊക്കെ ഒരു ഇസ്ലാമിക സംഗതി ചെയ്താൽ തന്നെ ഇങ്ങനെ എന്താ ഇജ്ജൊരു ഭീകരവാദി, ഇജ്ജൊരു തീവ്രവാദി എന്നൊക്കെ കേട്ട് ആ വർത്തമാനം മാത്രമേ കേൾക്കണത്. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിൽ ഇങ്ങനെ പോവുകയാണ് പുതിയ തലമുറ. അവിടുന്ന് ഇസ്ലാമാണ് ശരിയെന്നും ദൈവികമായ സമർപ്പണത്തിൻ്റെ സന്ദേശമെന്നും ദൈവികമായ ആദർശമാണ് നിലനിൽക്കുക എന്നും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മക്കളെ അതെത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താനുള്ള ശ്രമം റമദാനിലെങ്കിലും നടത്തിയില്ല. റമദാനാണല്ലോ നന്നാകാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വലിയ നഷ്ടത്തിലേക്കാണ് പോവുക എന്നതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്താനുള്ളത്. ദീർഘമായി ഞാൻ സംസാരിക്കില്ല. 1-2 കാര്യങ്ങൾ നിങ്ങളായി പങ്കുവെക്കണ്ടേ. നിങ്ങൾക്കിപ്പോൾ മഹാഭാഗ്യമാണ്. ഒന്നുമില്ലെങ്കിൽ